ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദർശിൻ്റെയും നയനിൻ്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നാളത്തെ ആദർശിൻ്റെയും നയനിൻ്റെയും കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ ദേവയാനിയുടെ കാര്യങ്ങളെല്ലാം സർജറിയൊക്കെ കഴിഞ്ഞ് ദേവയാനി ഏകദേശം എല്ലാ പേടിക്കേണ്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കണ്ണ് തെളിക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് നാളെ കാണാൻ കഴിയുന്നത്. എന്തായാലും ദേവയാനി സംസാരിക്കുവാനും ഒക്കെ നാളെ തുടങ്ങുന്നുണ്ട്. ആ സമയവും നമ്മുടെ നയനയെ കാണിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം നയനയുടെ അവസ്ഥയെക്കുറിച്ച് പ്രമോവിശേഷത്തിലൊന്നും നമ്മൾ കൂടുതലായിട്ടൊന്നും അറിയുന്നില്ല. എന്തായാലും നയന തൻ്റെ സർജറിക്ക് ശേഷം നയനയെ കൂടുതലായിട്ട് സംസാരിക്കുവാനോ നയനയുടെ അവസ്ഥ എന്താണെന്നോ ഡോക്ടർ പറയുന്നില്ല. അതുമാത്രമാണ് നമ്മളെ കൂടുതൽ വ്യാകുലപ്പെടുത്തുന്നത്. അപ്പം അതുമല്ല, മറ്റു ഭാഷകളിലൊക്കെ ഈ നയന ഇങ്ങനെ ഈ സർജറി കഴിയുമ്പോൾ മരണത്തോട് മല്ലടിക്കുന്ന ചില നിമിഷങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി പ്രൊമോയിൽ പറഞ്ഞിരുന്നു. എന്തായാലും നയനയുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് തന്നെയാണ് തുടരുന്നത്. കാരണം നയനയെക്കുറിച്ച് വ്യക്തമായി ഒരു അറിവ് ഡോക്ടർമാർ ഇതുവരെയും തന്നിട്ടില്ല. ദേവയാനി എന്തായാലും സർജറി സക്സസ്ഫുള്ളായി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് കാണേണ്ടവർക്കൊക്കെ കാണാമെന്ന് ഡോക്ടർമാർ നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെ ആദർശം, അതുപോലെ അവിടെയുള്ള ആദർശം ഇപ്പോൾ നന്ദുവും കനകദുർഗയുമൊക്കെയാണ്. അവർ പോയി കാണുന്നു, സംസാരിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ആദർശ് അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിലേക്ക് പോയി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി മടങ്ങുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വീട്ടിൽ അനന്തപുരിയിൽ എത്തിയ ആദർശിന് വളരെ മുഖത്ത് നല്ലൊരു ദുഃഖമുണ്ട്. അപ്പം മുത്തശ്ശിക്കും വളരെ പേടിച്ചാണ് നിൽക്കുന്നത്. കാരണം ഈ ഒരു സംഭവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മുത്തശ്ശിക്കും അറിവ് കിട്ടിയിട്ടില്ല. ഈ കരൾ മാറ്റി വെക്കുന്നതിനെ കുറിച്ചൊക്കെ ആരാണ് ഇതിനെ കൊടുക്കുന്നതിനോ അതിനെക്കുറിച്ച് യാതൊരു ക്ലൂവോ അല്ലെങ്കിൽ യാതൊരു വിവരം കൊടുത്തിട്ടില്ല എന്നുള്ളത് മുത്തശ്ശിക്കും കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ദേവയാനിയുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയാണ്. എങ്ങനെയുണ്ട് ദേവയാനിക്ക്, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അവൾക്ക് ക്ഷീണമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, ദേവയാനിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മുത്തശ്ശിയോടും പറയുകയാണ്. ഈ സമയത്ത് നയനമോൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണോ. നയനമോൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയുണ്ട് മുത്തശ്ശ അവിടെയുണ്ട്, അവളെ കൂട്ടു നിൽക്കുകയാണ് എന്ന് കളവ് പറയുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ആദർശ് പറയുന്നുണ്ട് എന്തായാലും അവൾ വീട്ടിലേക്ക് ഇന്ന് പോകാൻ സാധ്യതയുണ്ട്. അവളുടെ അമ്മയും അച്ഛൻ്റെയും അതുപോലെ സഹോദരിയൊക്കെ കൂടെ നന്ദുവൊക്കെ അവിടെ ഉണ്ട്. അമ്മ ഇങ്ങോട്ട് ഡിസ്ചാർജ് ആയി വന്നാലും കുറച്ച് ദിവസത്തേക്ക് നയനയ്ക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നയന അവളുടെ വീട്ടിലേക്ക് പോകുമെന്നൊരു ചെറിയൊരു സൂചന കൊടുക്കുക. അപ്പം മുത്തശ്ശൻ എന്തോ സംശയം തോന്നുകയാണോ. നല്ല രീതിയിൽ ആദർശനെ വ്യക്തമായി അറിയാം. കളവ് പറയുകയാണോ സത്യം പറയുകയാണോ എന്നൊക്കെ ഏകദേശം അറിയാവുന്നതുകൊണ്ടായിരിക്കാം മുത്തശ്ശൻ ആദർശിൻ്റെ ആ സംസാരം വളരെ ശ്രദ്ധിക്കുകയും അതെന്താണെന്നോ ഏതാണെന്നൊന്നും ചോദിക്കുന്നതായിട്ട് കാണുന്നില്ല. എന്തായാലും മുത്തശ്ശൻ സംശയം ഉളവാക്കുകയാണ്. ഇതെന്താണ് നയനമോൾ ഇങ്ങോട്ട് വരാത്തത്, നേരെ വീട്ടിലേക്ക് പോകുവാൻ കാരണം എന്താണ് എന്നൊക്കെ അന്വേഷിക്കുകയും അന്വേഷണമൊടുവിൽ നയനയാണ് തൻ്റെ കരൾ എടുത്ത് ദേവയാനിക്ക് കൊടുത്തത് എന്നൊക്കെ അറിയുന്ന ചില നിമിഷങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ വളരെ ദുഃഖിതനാവുകയും അങ്ങനെ കാര്യങ്ങൾ തന്നോട് മറച്ചു വെച്ചതിന് ആദർശിനെ ശകാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. എന്നാൽ ആദർശ് അവിടെ പറയും അമ്മയ്ക്ക് കരൾ കൊടുത്തത് നയനയാണെന്ന് അറിഞ്ഞ ഒരു പക്ഷേങ്കിൽ അമ്മ ഇതിന് വിസമ്മതിക്കും, അതുകൊണ്ട് അമ്മയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സ്ക്യൂസുകൾ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശന് അത് വലിയ നയന ഈ കൊടുംചതി ചെയ്തതിൽ അല്ലെങ്കിൽ നയന ചെയ്ത ഒരു കൊടുംചതിയാണെന്നും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറയുമ്പോൾ അത് ആദർശന് വലിയ വേദന ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അത് വരും ദിവസത്തെ എപ്പിസോഡിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇങ്ങനെയൊക്കെയാണ്. അതിനുശേഷം നമ്മുടെ ബോധം വീണ ദേവയാനിയെ കാണുവാൻ വേണ്ടി നമ്മുടെ കനകും അത് നന്ദുവും കൂടെ അകത്ത് ചെയ്യുന്ന വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ദേവയാനി വളരെ ഇവരെ കണ്ടപ്പം ഈ നമ്മുടെ കനകദുർഗയും അതുപോലെ നന്ദുവിനെയും കണ്ടപ്പം മുതൽ മുഖത്ത് ആ ദേഷ്യവും അമർഷവും ഒക്കെ പ്രകടമാക്കുന്ന കാണാം. നയനയുടെ അമ്മയാണല്ലോ എന്നുള്ളതും അല്ലെങ്കിൽ അത്രത്തോളം വെറുക്കുന്നുണ്ടല്ലോ നമ്മുടെ നയനയുടെ വീട്ടുകാരെ. അതുകൊണ്ട് തന്നെ അവിടെ ആ വെറുപ്പ് പ്രകടമാക്കുകയും ഒടുവിൽ നയനയെക്കുറിച്ച് പറയുമ്പോൾ അവളല്ല എൻ്റെ മരുമകൾ, എൻ്റെ യഥാർത്ഥ മരുമകൾ അനാമികയാണെന്നൊക്കെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പം സത്യത്തിൽ നന്ദുവിനും
കനകദുർഗയ്ക്കും ഈ സത്യം അവിടെ വിളിച്ചു പറയുവാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പം നന്ദു ചില കാര്യങ്ങളൊക്കെ പറയുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കനകദുർഗ നമ്മുടെ നന്ദുവിനെ തടയുകയും അങ്ങനെ എന്തായാലും കേൾക്കേണ്ടത് കേൾക്കട്ടെ എന്ന് ഇവരുടെ സംസാരമല്ലേ, ദേവേൻ്റെ സംസാരമല്ലേ, കേൾക്കാം സഹിക്കാം എന്നൊക്കെ മട്ടിൽ അവിടുന്ന് ആ മുറിയിൽ നിന്ന് അവരിറങ്ങി സങ്കടത്തോടു കൂടി വിഷമത്തോടു കൂടി ഇറങ്ങിപ്പോകുന്നതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം കേട്ടോ. അതിനുശേഷം കാണുന്നത് നമ്മുടെ അനാമികയുടെ വീട്ടിൽ ഗൂഢാലോചനകൾ നടക്കുകയാണ്. അനാമികയുടെ അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലും നീ അനന്തപുരിയിൽ ചെല്ലണം, അവൻ വിളിച്ചിട്ട് നീ ഒരിക്കലും കയറി ചെല്ലാമെന്ന് നിനക്ക് തോന്നണ്ട, അവൻ അത്രത്തോളം അവൻ നിന്നെ വിളിക്കാൻ വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ ഇപ്പോൾ നല്ലൊരു അവസരമാണ്, ദേവ്യാനെ ആശുപത്രി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നല്ലൊരു അവസരമാണ്, ഈ അവസരം മുതലാക്കി നീ എത്രയും വേഗം അനന്തപുരിയിൽ എത്തണം എന്നൊക്കെ പറയും. എത്തിയാൽ മാത്രം പോരാ, ഈ സ്വത്തിനൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അവരുടെ സ്വത്തുകളൊക്കെ നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ നീ അല്പം കൂടെ ആഴമായി നിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ആഴമായി ചിന്തിക്കണം. അതിന് നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകണം, നിനക്കും എനിക്കും ഒരു കുഞ്ഞുണ്ടാകണം. കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ നിൻ്റെ കുഞ്ഞിനും അതൊരു അവകാശമായി, അനന്തപുരി തറവാട്ടിലൊരു അവകാശമുണ്ടാകും. അങ്ങനെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാം, നമ്മുടെ കടബാധ്യതകൾ മാറ്റിയെടുക്കാം. നമുക്ക് അവരുടെ ഒരു വലിയൊരു പങ്ക്, അവിടുത്തെ സ്വത്തിൻ്റെ വലിയൊരു പങ്ക് നമുക്ക് തട്ടിയെടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്യുകയും അങ്ങനെ ഒരു കുഞ്ഞിനെക്കുറിച്ചൊരു പ്ലാൻ ചെയ്യുകയാണ് നമ്മുടെ അനാമികയുടെ അമ്മയും അച്ഛനും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് വെറുപ്പ് തോന്നുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനിയനെ ഇപ്പോൾ സത്യത്തിൽ വെറുപ്പാണ്, അനിയനുള്ള വലിയ സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല അനാമിക. എങ്കിലും ഈ കുട്ടികളുണ്ടാകുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ മുഖം ഒരു പ്രീതിയില്ലാത്ത അല്ലെങ്കിൽ ഒരു രസമില്ലാത്ത രീതിയിൽ അനാമികയുടെ പോകുന്നതൊക്കെ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പുതിയ തന്ത്രങ്ങൾ മെനയുന്ന അനാമികയുടെ അച്ഛനെയും അമ്മേനെയും നാളത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുത്തച്ഛന് ചില സംശയങ്ങൾ ആദർശിന് മേലുണ്ടാകുകയും അങ്ങനെ ആദർശ് ഓരോ നീക്കങ്ങളും മുത്തശ്ശൻ കണ്ടുപിടിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും നയനയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നാളെ കാണാൻ പറ്റുന്നില്ലെങ്കിലും എന്തായാലും നയനയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും എന്ന് ആദർശ് ഒരു വലിയൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നാളത്തെ റിയൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ ഉച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പം ഇതൊരു പ്രമോ വിശേഷമായി കാണുക. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.